ഓഫീസർ ഫോറസ്റ്റിലേക്കുള്ള യാത്രയിലാണ്. പെരിയാറിൽ ഇന്ന് നല്ല തിരക്കാണ്. ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് ഒക്കെ കാഴ്ചക്കാരായി വന്നിട്ടുണ്ട്. വാഹനങ്ങളും അവിടെ ആയി കാണാൻ സാധിക്കും. എന്നാൽ ഫോറസ്റ്റിന്റെ ജീപ്പിൽ മാത്രമേ നമുക്ക് അകത്ത് പ്രവേശനമുള്ളൂ. അങ്ങനെ യാത്ര ചെയ്യുകയാണ്. നോക്കൂ, അവിടെ ഒരു പുലിയെ കാണാം. ഞാൻ എന്റെ ക്യാമറ സൂം ചെയ്തു. അതൊരു പുള്ളിമാൻ ആണെന്നാണ് തോന്നുന്നത്. ഞങ്ങളുടെ വണ്ടി കണ്ടതിനാൽ അത് ഓടി മറഞ്ഞു. കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങിയപ്പോൾ ഒരു ചെറിയൊരു കുളവും കണ്ടു. അവിടെ എന്തോ അനങ്ങുന്നത് ആയിട്ട് തോന്നി. ഞാൻ ക്യാമറ സൂം ചെയ്തു. അതൊരു കടുവയാണെന്ന് എനിക്ക് മനസ്സിലായി. നോക്കൂ, അത് വളരെ പതിയെയാണ് നടന്നു വരുന്നത്. എന്റെ കൂടെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന മറ്റു യാത്രക്കാർ ഞാൻ ഇത് ഷൂട്ട് ചെയ്യുന്നത്. ക്യാമറ പിടിക്കുമ്പോൾ തന്നെ എനിക്ക് കൈകൾ വിറക്കുന്നതായി തോന്നി. കാരണം മുന്നിൽ കടുവ ആണല്ലോ. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അധികം അകലെ അല്ലാതെയാണ് കടുവയുടെ മുമ്പിൽ ക്യാമറ പകർത്തുന്നത്. കടുവയുടെ നോട്ടം കണ്ടപ്പോൾ ചെറിയൊരു ഭയം ഉള്ളിലേക്ക് അരിച്ചിറങ്ങി. പെരിയാറിൽ വന്നിട്ട് അധികം സമയം കഴിയുന്നതിന് മുമ്പേ നല്ലൊരു കടുവയെ കാണാൻ പറ്റി. അതിന്റെ സന്തോഷത്തിലാണ് ഞാൻ. കൂടെയുള്ള നോർത്ത് ഇന്ത്യൻസും വളരെ സന്തോഷത്തിലാണ്. ഇതാ വാഹനങ്ങളുടെയും സൗണ്ട് കേട്ടുകൊണ്ടായിരിക്കാം അത് വെള്ളം കൂടി നിർത്തി എഴുന്നേറ്റു. അതിന്റെ നടപ്പ് കാണാൻ നല്ലൊരു ഭംഗിയാണ്. അതിപ്പോൾ വെള്ളത്തിൽ കാലുകൾ മുക്കി രസിക്കുക ആണോ എന്ന് തോന്നുന്നു. ഒത്തിരി കാഴ്ചക്കാർ അവിടെ നിന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട് കാണുവാനായി. അടുത്ത് നിൽക്കുകയും ചെയ്യുന്നു. ഇവിടെ മറ്റു മൃഗങ്ങൾ ഉണ്ടെങ്കിലും കടുവ തന്നെയാണ് പ്രധാന ആകർഷണം.
വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. അവിടെ അടുത്തായി 2 കടുവയെ കാണാം. ഒരു കടുവ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്, തല മാത്രം മുകളിൽ കാണാം. മറ്റേ കടുവ ഒരറ്റത്ത് മാറിക്കിടക്കുകയാണ്. അത് കണ്ടാൽ കടുവ ഉറങ്ങുന്ന പോലെ തോന്നുകയുള്ളൂ. ഒരു കടുവ നല്ലതായി വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. വാഹനത്തിന്റെ സൗണ്ട് കേട്ടത് കൊണ്ടായിരിക്കാം അത് മെല്ലെ എഴുന്നേറ്റ് ചുറ്റുപാടും നോക്കി. ഈ വനത്തിനുള്ളിലെ പ്രധാന ആകർഷണം കടുവയാണ്. മറ്റു മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഉണ്ടെങ്കിലും എല്ലാവരും തന്നെ കടുവകളെ കാണാനാണ് പ്രധാനമായും ഇവിടെ വരുന്നത്. കേരളത്തിലെ ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലായിട്ടാണ് പെരിയാർ കടുവ സംരക്ഷിത പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. പമ്പാനദി, പെരിയാർ എന്നീ നദികളാണ് പ്രദേശത്തുള്ളത്. 430 ചതുരശ്ര കിലോമീറ്റർ വരുന്ന കാതൽ പ്രദേശവും ഖോസാൻ പെരിയാർ തടാകത്തിന് ചുറ്റുവട്ടത്തിലുള്ള ചതുരശ്ര കിലോമീറ്റർ വരുന്ന വിനോദ പ്രദേശവും ടൂറിസം 347 ചതുരശ്ര കിലോമീറ്റർ വരുന്ന സഹായവന പ്രദേശങ്ങളും പാർട്ടസാൻ ഉൾപ്പെടുന്നു. കാതൽ പ്രദേശം തികച്ചും സംരക്ഷിതമാണ്. മനുഷ്യ സാമീപ്യം ഇല്ലാത്ത ഇവിടം കന്യാവനങ്ങളായി കരുതപ്പെടുന്നു. സഹായവന പ്രദേശങ്ങളിലാണ് ശബരിമല ഉൾപ്പെടുന്നത്. വിനോദ പ്രദേശങ്ങളും സഹായവനങ്ങളായാണ് കണക്കാക്കുന്നത്. തെക്കേ ഇന്ത്യയിലെ ഒരു പ്രധാന ആരാധനാ കേന്ദ്രമായ ശബരിമല പെരിയാർ കടുവാ സംരക്ഷിത പ്രദേശത്താണ്. 2000-ലധികം വർഷങ്ങൾ പഴക്കമുണ്ടെന്ന് കരുതുന്ന മംഗളാദേവി ക്ഷേത്രവും ഈ പരിധിക്കുള്ളിൽ വരുന്നു. ഇരു ക്ഷേത്രങ്ങളിലേക്കുമുള്ള കനത്ത തീർത്ഥാടന ബാഹുല്യം പദ്ധതി പ്രദേശത്ത് പരിസ്ഥിതി നാശം സൃഷ്ടിക്കുന്നുണ്ട്. 62 വംശങ്ങൾ സസ്തനികൾ, 320 ഇനം പക്ഷികൾ, 45 ഇനം ഉരഗങ്ങൾ, 27 ഇനം ഉഭയജീവികൾ, 38 ഇനം മത്സ്യങ്ങൾ എന്നിവയെ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. കടുവ ആഹാര ശൃംഖലയിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്നതിനാൽ ചെറിയ ഇനം സസ്തനികൾ വരെ ഇവിടെ ഏറ്റവും സൂക്ഷ്മതയോടെയാണ് പരിപാലിക്കപ്പെടുന്നത്. ആന, മ്ലാവ്, കാട്ടുപോത്ത്, കേഴ, കൂരൻ, സിംഹവാലൻ കുരങ്ങ്, വംശനാശത്തിന്റെ വക്കിൽ നിൽക്കുന്ന വരയാട് എന്നിവയെ എല്ലാം ഈ പ്രദേശത്ത് കണ്ടുവരുന്നു. ഇത്രയും കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നേരം ഇരുട്ടി തുടങ്ങി. ഇനി തിരിച്ചു പോകാൻ സമയമായി. ക്യാമറയും മറ്റും പാർക്ക് ചെയ്തതിനു ശേഷം നേരെ പുറത്തിറങ്ങി.